സത്യമാ കൂടിക്കൂടാതറ. അങ്ങനെ ഗോട്ട് സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ഡിയർ നൻപ നൻബീസ് എന്ന് പറഞ്ഞ പുള്ളി ഇടയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ, എവിടെ സ്റ്റേജിൽ സംസാരിച്ചാലും പുള്ളി നൻപറുകളെ എന്ന് പറയില്ല, നൻപ നൻബീസ്. ഇതൊക്കെ മറ്റേ വെങ്കട് പ്രഭുവിൻ്റെ ഒരു ക്രിഞ്ച് സാധനങ്ങളാണ്. വെങ്കട് പ്രഭുവിൻ്റെ ഒരു ക്രിഞ്ചാണ് ഞാൻ ആദ്യം വെച്ചത്. ആ ഡയലോഗ് ഒരു ആവശ്യമില്ലാത്ത ഒരു ഡയലോഗാണ്. കാരണം മങ്കാത്ത എന്ന് പറയുന്ന സിനിമയിൽ അജിത്തിൻ്റെ പടം ഉണ്ടല്ലോ, അതിനകത്ത് അജിത്ത് പറയുന്നുണ്ട്, ഇനി മേലെ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനെ ഇങ്ങനെ കോപ്പി അടിച്ചിട്ട് ഇപ്പോൾ ഇവിടെയും പിന്നെ മറ്റേ ലിയോ സിനിമയിലെ അണ്ണം വരാറ് വഴിയൂട് എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഇങ്ങനെ കോപ്പി അടിച്ചിട്ട് ആ ട്രെയിലറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കും. പിന്നെ ഏറ്റവും വലിയ ക്രിഞ്ചെന്ന് പറഞ്ഞാൽ വിജയുടെ പേര് ഗാന്ധി എന്നാണ്. പിന്നെ ഈ പ്രശാന്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്. പ്രശാന്ത് പഴയ ഒരു നടനാണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. 2K കിഡ്സിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. തമിഴിൽ ഭയങ്കര ഒരു ഫേമസ് നടനാണ്. പുള്ളി വിജയൊക്കെ വരുന്നതിന് മുമ്പ് ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. പക്ഷേ വിജയൊക്കെ വന്നതോടെ വിജയ് അജിത്തിനെയൊക്കെ ഒതുക്കാൻ ശ്രമിച്ച ഒരാളൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത്. പഴയ നടൻ ത്യാഗരാജൻ എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ, പുള്ളി കുറേ മലയാള സിനിമയിലൊക്കെ ഉണ്ട്. പുള്ളിയുടെ മകനാണ് ഈ പ്രശാന്ത്. പ്രശാന്തിന് ഒരു വലിയ ബ്രേക്കാണ് ഇത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് പ്രശാന്ത് ഇപ്പോൾ തിരിച്ച് സിനിമ കാണുന്നത്, സിനിമ രംഗത്തേക്ക് റീ എൻട്രി കൊടുക്കുന്നത്. പിന്നെ മോഹനാണ് ഇതിനകത്ത് വില്ലൻ. മോഹൻ വലിയൊരു നടനാണ്. 80s ലാസ്റ്റ് 80s 90s സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര തകർത്തുകൊണ്ടിരുന്ന ഒരു നടനാണ്. പിന്നെ പുള്ളി എങ്ങനെ ഔട്ടായെന്ന് പുള്ളിക്കും അറിയില്ല, നമുക്കും അറിയില്ല. അങ്ങനെ എങ്ങനെയോ പുള്ളി ഔട്ടായി, അത് പോയി. ഇതിൽ ഈ പടത്തിലെ ഏറ്റവും വലിയ വില്ലൻ ഭയങ്കര സംഭവമെന്ന് പറയുന്നത് എന്തായി തീരുമോ എന്തോ. പക്ഷേ ഈ ഗോട്ടിൻ്റെ ഈ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് ദഹിച്ചില്ല. ഇത് ചെറിയ വിജയ്, അതായത് മകൻ വിജയ്, മകനും അപ്പനും രണ്ടും വിജയാണ്. രണ്ടുപേരും ബൈക്കിലൊക്കെ പോകുന്ന ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ സീന് അതിൻ്റെ പിക്ചറൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ലുക്സ് ഇങ്ങനെ വന്നിട്ട് പോയി. ഇതാണ് മോഹൻ ഭയങ്കര എന്തോ പ്ലാനിങ്ങിലാണ്. എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് അങ്ങോട്ട് ദഹിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ വളിപ്പെന്നുള്ളത് ഈ പ്രശാന്തും വിജയും പിന്നെ ജയറാമും പ്രഭുദേവൻ, ഇവർ 4 പേരും കൂടെ ഭയങ്കര കള്ളുകൂടിയും ഭയങ്കര പെണ്ണുകൂടിയൊക്കെയാണ്. അപ്പോൾ ഈ പെണ്ണുകൂടി സംഭവം അജിത്തിന് കാണിച്ചാൽ തമിഴിലുള്ള പിള്ളേർ മറ്റേ പ്രേക്ഷകരൊക്കെ അത് അംഗീകരിക്കും. പക്ഷെ വിജയിന് കാണിക്കുമ്പോൾ അതെന്താണെന്നറിയില്ല. പിന്നെ ഈ സീൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മകൻ ആണ് മറ്റേ ബോംബ് വെക്കുന്നതെന്ന് തോന്നുന്നു. ഏതോ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബോംബ് വെക്കുകയാണ്. ഇത് മറ്റേ ഡയറക്ടറിൻ്റെ ഒരു അനിയനാണ്, പ്രേംജി അമരൻ, അതാണ് ഇവനാണ്. പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. മെട്രോ ട്രെയിനിൻ്റെ പുറകിന് ബൈക്കും കൊണ്ട് പോകുന്നതും അങ്ങനെ എന്തോ ഭയങ്കര വൻ പരിപാടികളൊക്കെയാണ്. എന്താണേലും സ്റ്റേഡിയം കാണിച്ചു കഴിഞ്ഞു. സ്റ്റേഡിയത്തിനകത്ത് ബോംബെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്റ്റേഡിയമൊക്കെ കാണിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ്, ഇതൊക്കെ വെങ്കട് പ്രഭുവിൻ്റെ ഓരോ ക്രിഞ്ച് സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു പഴയൊരു മുരുകൻ്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് എടുത്തിട്ട് അത് ട്രെയിലറിൻ്റെ അവസാനം ഹയ്യ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ പ്രശാന്ത് പറയുന്നുണ്ട് ആഫ്റ്റർ 68 സക്സസ്ഫുൾ ഓപ്പറേഷൻസ് എന്ന്. അതായത് തളപതി വിജയുടെ 68 പടങ്ങൾ സക്സസ് ആണ് എന്നാണ്. ഇതാണ് 68ാമത്തെ പടം എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അതെന്താണേലും പോട്ടെ. 68 ഇൻ്റർനാഷണൽ സക്സസ്ഫുൾ ഓപ്പറേഷൻ. ഇത് ഫുള്ള് തായ്ലൻഡിൽ പോയിട്ട് ചിക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു പിള്ളേരാണല്ലോ. ഇതൊക്കെ വെങ്കട് പ്രഭുവിൻ്റെ ഓരോ ക്രിഞ്ച് പരിപാടിയാണ്. ജയറാം കണ്ടില്ലേ, വീണടം വിഷ്ണുലോകം, എവിടുന്ന് കിട്ടുമെന്നാണ്. ഇതിനെയൊക്കെ പിടിച്ച് ഈ പടത്തിലിടുന്ന വല്ല ആവശ്യം ഉണ്ടായിരുന്നു. പയ്യനെ ഇട്ടിരുന്നെങ്കിൽ പിന്നെയും ഒരു ഇതുണ്ടായിരുന്നു. പയ്യനെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂടെ അഭിനയിപ്പിക്കാമല്ലോ. പ്രശാന്തിൻ്റെയൊക്കെ ഏകദേശം ആ ഏജായിട്ടൊക്കെ വരുമെന്ന് തോന്നുന്നു. കാളിദാസ് ജയറാം എന്തോ പറയാനാണ്. പിന്നെ തായ്ലൻഡിൽ കുറച്ച് അടി അത് ഇത്, പിന്നെ കുറേ കോമഡി. അതായത് വൈഫിന് ഇയാളെ സംശയം വരുന്നു, ഇയാൾക്ക് വേറെ എന്തോ ലേഡീസ് പ്രോബ്ലം ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കോമഡി ആയിട്ട് പോകുമായിരിക്കും പടം. എന്താണെങ്കിലും പടം അടുത്ത 5-ാം തീയതി റിലീസാവുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഗോട്ട് സിനിമ എന്തായി തീരുമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. കണ്ടിട്ട് അങ്ങോട്ട് 3 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു പടം. 2 മിനിറ്റ് 52 സെക്കൻഡൊക്കെയാണ് ട്രെയിലർ അടിച്ച് വിട്ടേക്കുന്നത്. എന്തായി തീരുമോ എന്തോ. ഒരിക്കലും തമിഴിൽ ഈ പ്രേക്ഷകർ ഈ മറ്റേ കള്ളുടി പെണ്ണുപിടി ഇതൊക്കെ വിജയ് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് അങ്ങനെ അങ്ങോട്ട് ഓക്കെ പറയില്ല. കാരണം വിജയ് അത് മാത്രമല്ല, വിജയ് മറ്റേ ഇപ്പോൾ പൊളിറ്റിക്സിൽ കയറാൻ പോവാണ്, വന്നു കഴിഞ്ഞു, ദാ വരുന്നു, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇറക്കി വിട്ട് വെറുതെ അയാൾക്ക് പണി കൊടുക്കാനാണോ എമ്മാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും പടം റിലീസാവട്ടെ, കാണാം. ഓൾ ദ ബെസ്റ്റ് ടു ഗോട്ട്.